നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാം. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്താനായിട്ട് ശ്രമിക്കുക. ട്രേഡിങ്ങിന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കൂടെ കാണാനായിട്ടൊന്ന് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് ഇൻട്രൊഡക്ഷൻ സെക്ഷനിലേക്ക് പോകാം. ഓക്കെ, ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. അപ്പം ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിൽ ഒരു വീഡിയോ ഇപ്പോൾ തെളിഞ്ഞു വരും. ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ചാർട്ട് എന്താണ്, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് സെർച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്, ബിഗ് മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. അത് നിഫ്റ്റി മാത്രമല്ല, ഞാൻ കൂടുതലും നിഫ്റ്റി ഓപ്ഷൻ ബൈയിങ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്ന 1.5 വർഷമായിട്ട്. പക്ഷേ ഈ ഒരു ചാർട്ട് നമുക്ക് നിഫ്റ്റിയിൽ മാത്രമല്ല, ഫാൻഡോ സെഗ്മെൻറ്റ്, ഫോറക്സ്, അതേപോലെ MCX, കോമോഡിറ്റി സെഗ്മെൻറ്റ്, ക്രിപ്റ്റോ, ഏതിൽ വേണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാർട്ടാണ്. ഇതിൻ്റെ വാല്യൂ കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട്, കസ്റ്റമൈസ്ഡ് ആണ്, 1.5 വർഷമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ, അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് മൊത്തത്തിൽ എൻ്റെ ജാതകം, 1.5 വർഷത്തെ ജാതകം അതിലുണ്ട്. ജാതകം എന്ന് പറഞ്ഞാൽ അതല്ല, കുറേ ഡാറ്റാസ് ഉണ്ട്, വ്യൂസ്, വീഡിയോസ്, പ്രോഫിറ്റുകൾ എടുത്തിരിക്കുന്നത്, സ്ക്രീൻഷോട്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അക്യുറസി എന്താണെന്ന് നിങ്ങൾക്ക് കാഴ്ചയിൽ മനസ്സിലാവും. കൂടുതൽ നിങ്ങൾക്ക് വിശ്വാസം ആവണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ലൈവ് വീഡിയോസ് ഉണ്ട് പലതിൻ്റെയും. അപ്പോൾ അതൊക്കെ മൊത്തത്തിൽ നിങ്ങളൊന്ന് കണ്ട് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ഒക്കെ ആയിട്ടൊന്ന് വാച്ച് ചെയ്തിട്ട് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് മെച്ചം ഉണ്ടാക്കാൻ, അതായത് നിങ്ങൾക്ക് ലോസ് കുറക്കാൻ, പോയ ലോസ് തിരികെ പിടിക്കാൻ, ഇനി മുമ്പോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡറായിട്ട്, ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മുമ്പോട്ട് പോകാൻ ഒക്കെ സാധിക്കും എന്നുള്ള കോൺഫിഡൻറ്റ് നിങ്ങൾക്ക് 100% കൂടുതൽ മനസ്സിൽ എപ്പോൾ തോന്നുന്നോ, ഇത് പഠിക്കണമെന്ന് നിങ്ങളെപ്പോൾ തീരുമാനിക്കുന്നു ആ സമയത്ത് നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഒരിക്കലും ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു ചാർട്ട് റീഡിംഗ് ആണ്. ഒരു എൻട്രി എവിടെയാണ്, എക്സിറ്റ് എവിടെയാണ്, സ്റ്റോപ്പ് ലോസ് നമുക്കൊക്കെ എവിടെ ഇടാൻ പറ്റും, കൺസോൾട്ടേഷൻ സോൺ ഏതാണ്, നമ്മളെപ്പോൾ മാറി നിൽക്കണം, എപ്പോൾ കൂടുതൽ ഹോൾഡ് ചെയ്യണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ പറയാനുള്ളത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഓപ്ഷൻ ട്രേഡർ ആയതുകൊണ്ട് തന്നെ രാവിലെ 9:15 തൊട്ട് 11 മണി വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയും നിഫ്റ്റിയുടെ ഓപ്ഷൻ ലൈവ് വ്യൂ അനലൈസ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും കോളോ ടിപ്പോ പ്രതീക്ഷിച്ചാരും വിളിക്കേണ്ടതില്ല. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പഠിക്കാൻ, അല്ലെങ്കിൽ ലൈവ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന സ്ഥലത്ത് നിങ്ങൾ എടുക്കൂ, ഇന്ന സ്ഥലത്ത് വിൽക്കൂ എന്ന് പറയാനായിട്ടല്ല. ഞാൻ അവിടെ അനലൈസാണ് ചെയ്യുന്നത്. മാർക്കറ്റ് ഇന്ന ഏരിയയിൽ ഈ രീതിയിലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്, അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി, അതായത് നിങ്ങൾക്ക് പകരം ഞാൻ അനലൈസ് ചെയ്യുന്നു, നിങ്ങൾ ഡിസിഷൻ എടുത്ത് എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. ഒരു മെൻ്റലി സപ്പോർട്ടാണ്, അതായത് ഓവർ ട്രേഡ് ചെയ്യുന്നവർ, റിവെഞ്ച് ട്രേഡ് ചെയ്യുന്നവർ, 2 ട്രേഡ് എടുത്ത് ലോസാക്കി കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് എടുക്കാൻ മടിക്കുന്ന ആളുകൾ, മെൻ്റലി ടെൻഷൻ അടിച്ച് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്കൊക്കെ ഗ്രൂപ്പ് ഡിസ്കഷൻ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈവ് വീഡിയോ കാണുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എൻ്റെ ശൈലി മനസ്സിലാകും. അത് കണ്ടിട്ട് നിങ്ങൾ ആ ലൈവിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോസ് കുറക്കാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുമായിരുന്നു ഈ റൂമിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നമ്മുടെ ആ ഫാമിലിയിലേക്ക് ജോയിൻ ആവാം. അതിൻ്റെ ഒരു ഡിസ്കഷൻ, അതിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, ലൈവിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആ ഗ്രൂപ്പിലായിരിക്കും ഓരോ മാസത്തെ ലൈവ് റൂമിൻ്റെ ലിങ്കും ഡീറ്റെയിൽസൊക്കെ വരുന്നത്. അപ്പോൾ എനിവേ കൂടുതൽ പറയുന്നില്ല, നമുക്ക് ലൈവിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ പുതിയൊരാഴ്ചയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഡിസിപ്ലിൻ കറക്റ്റായിട്ട് കീപ്പ് ചെയ്യുന്നു. ഞാൻ ഓവർ ട്രേഡ് ചെയ്യില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഒതുങ്ങി പൊക്കോളാം എന്നുള്ള പ്രതിജ്ഞയോടുകൂടി ഈ ആഴ്ച നമ്മൾ തുടങ്ങുകയാണ്. നാളെ ബഡ്ജറ്റാണ്. അപ്പോൾ ആ ബഡ്ജറ്റ് എന്നുള്ള സമയത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് RSI നമുക്ക് നോക്കണ്ടെന്നല്ല. പക്ഷേ ഇപ്പോൾ ഒരു 3 ക്യാൻഡിൽ RSI അല്ലെങ്കിൽ ഒരു 5 ക്യാൻഡിൽ RSI പൊക്കത്തോട്ട് പോയാൽ
സിംഗിൾ ക്യാൻഡിൽ വരെ താഴെ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൽക്കലും വാങ്ങലും ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് വളരെ കൂടുതലാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. വോൾട്ടാലിറ്റി ഭയങ്കര കൂടുതലാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോൾ എൻട്രി എടുത്താലും ഒരു ന്യായമായിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇടാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ എൻട്രി നല്ല രീതിയിലുള്ള ഒരു എൻട്രി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പോകാനായിട്ടുള്ള നല്ല പോയിൻ്റ് കിട്ടാനും അതേപോലെ തന്നെ നല്ല പോയിൻ്റ് പോകാനുമുള്ള ചാൻസാണ് 3 ദിവസം. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റൊക്കെ എടുത്തതിന് ശേഷം 3 ദിവസം ബാക്കി പുറത്ത് നിന്ന് കളി കാണുന്നതാണ് നല്ലത്. പക്ഷേ കളി കണ്ടു കഴിയുമ്പോൾ ഇന്ന് ചിലപ്പോൾ വൈകുന്നേരം ഓർക്കും അയ്യോ ഞാനത് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് കിട്ടിയേനെ അല്ലെങ്കിൽ എന്നൊക്കെ പല തോന്നലൊക്കെ നമുക്കൊക്കെ തോന്നുന്ന ദിവസമാണ് ഈ 3 ദിവസം. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമ്മളെ ഒരു മോഹന വാഗ്ദാനങ്ങളും കാഴ്ചകളും നമ്മുടെ മനസ്സിനെ മഥോന്മത്തരാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ വന്നിരിക്കുന്ന ടെക്നിക്കലി ഉള്ള ഒരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പക്ക ഒരു എൻഗൾഫിങ് ക്യാൻഡിൽ പോലെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് ഗ്രീനിലേക്ക് കഴിഞ്ഞ ആഴ്ച അല്ലെ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞ പോലെ ഇത് ഗ്രീനിലേക്ക് കയറിക്കഴിഞ്ഞാൽ ടെക്നിക്കലി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഡൗണിലേക്കാണ് പോകേണ്ടത്. അത് എത്തേണ്ട ഏരിയാസൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ടിങ് 24,150, 23,747, 23,437. അപ്പോൾ ബഡ്ജറ്റ് നാളെ ആയതുകൊണ്ട് ഇന്ന് നല്ല രീതിയിലൊരു കറക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നാളെ ഒരു ദിവസം സ്റ്റേബിളായി നിൽക്കാനുള്ള ഒരു ഏരിയയാണ് 23,431 എന്നുള്ള ആ ഒരു ഏരിയ. ഈ 24,351, 23,431 ഈ രണ്ട് ഷെഡുകൾ, ഞാൻ ഷെഡെന്നാണ് പറയണത്, അത് ഡിപ്പോ വളരെ പ്രധാനപ്പെട്ടതാണ്. എനിവേ മാർക്കറ്റ് ഇന്ന് ഗ്യാപ്പ് ഡൗൺ ആണ്. ഓൾമോസ്റ്റ് 85 പോയിൻ്റ് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇൻഡെക്സ് വൈസ് നോക്കുമ്പോൾ 24,530, 24,530 -85 എന്ന് പറയുമ്പോൾ 24,445. അപ്പോൾ എവിടെയാണ് 24,445? ഇത് 1 ഡേ ക്യാൻഡിലാട്ടോ, അതുകൊണ്ടാണ് അത്ര ലെങ്ത് ആയിട്ട് തോന്നണത്. അപ്പോൾ നമുക്ക് 24,455 15 മിനിറ്റ്സിൽ എവിടെയാണെന്ന് നോക്കാം. 24,445 എന്തെങ്കിലും കാണാതിരിക്കില്ല. 24,433 ഉണ്ട്. ഇവിടെ ഒരു ടിപ്പുണ്ട് 24,441. ഓക്കെ, 24,441 ഭാഗത്തേക്ക്. പിന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും, അത് കാര്യമാക്കണ്ട. അത്രയും വരെ എത്തണമെന്നും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ സ്റ്റിൽ RSI 15 മിനിറ്റ്സിൽ താഴത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് ക്രോസ് ഓവർ ആവാതെ നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 24,441 24,413 ആ ഒരു ബോക്സ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോവാതെ നമുക്ക് പിയിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോക്സാണ്. അപ്പോൾ ഇതിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നാലും മാർക്കറ്റ് പിന്നെ ഒരു വരാനുള്ള ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ 24,388 ഒരു കൺസോൾട്ടേഷൻ സോണുണ്ട്. അവിടെ ഒരു വൈറ്റ് ഡോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു ഡൗൺ വന്നാൽ ഒരു ഫേക്ക് ഡംപ് വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ ഒരു സപ്പോർട്ട് സോണായിട്ടുള്ളത് 24,363 അത് നമുക്ക് വരച്ച് വെക്കാം. 24,362.75. അപ്പോൾ എത്ര തടസ്സങ്ങൾ മാർക്കറ്റ് മാറ്റിയാലാണ് മാർക്കറ്റ് താഴത്തോട്ട് 24,299 എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു സോൺ തന്നെ ഉണ്ട് 24,413 ഭാഗത്ത്, അത് ബ്രേക്ക് ചെയ്യണം. അതുപോലെ 24,385 ബ്രേക്ക് ചെയ്യണം, 24,362 ബ്രേക്ക് ചെയ്യണം. ഇത്രയും തടസ്സങ്ങളുണ്ട്. അതായത് മാർക്കറ്റ് ഒന്ന് താഴത്തോട്ട് വരും, തിരിച്ചൊന്ന് മുകളിലോട്ട് കയറും, അവിടെ കുറച്ച് നേരം 2-3 തവണ വന്നിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ടൊരു ബ്രേക്കൗട്ട് വരും, അവിടെ ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് നിൽക്കും. അതിനുശേഷമുള്ള ബ്രേക്കൗട്ടിലായിരിക്കും മാർക്കറ്റ് 24,299 പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഇവിടെ RSI മെജോറിറ്റി ഒരു പരിധി കൂടുതലൊന്നും സ്റ്റേബിളായിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഒരു റിവേഴ്സ് വരികയാണെങ്കിൽ ഈ 3 സ്ഥലത്താണ് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ഉള്ളത്. അതായത് സിയിലേക്കൊരു മൂവ്മെൻറ്റ് വരാൻ പോസിബിലിറ്റി ഉള്ള 3 ഏരിയാസ്, സപ്പോർട്ട് ഏരിയാസ് ഇതാണ്. അപ്പോൾ തുടക്കത്തിലെ മാർക്കറ്റ് പിയിലായിരിക്കും കുറച്ച് നേരം,
അപ്പോൾ നമ്മുടെ ഒരു ഫുൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഈ 3 സ്റ്റെപ്പ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ടുള്ള ഈ ഒരു 24,299 ഒരു വ്യൂ താഴത്തേക്കുള്ളത് സ്റ്റെപ്പായിട്ട്. നേരെ മറിച്ച് ഈ ബോക്സിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലോടു കൂടി 24,497 മാർക്കറ്റ് മൂവ് അപ്പ് ആവുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് സ്ട്രൈക്ക് സെലക്ട് ചെയ്യാം. മൈനസിൽ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ സി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് 24,500 സി നമുക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ പിയിൽ 174, 24,500, 24,400 നോക്കാം. മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആവും. അപ്പോൾ സിയുടെ ഒരു കൺസോൾട്ടേഷൻ സോൺ എന്ന് പറഞ്ഞാൽ 195. അതായത് 180 മുകളിലേക്ക് പി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റടിക്ക് പോയി കഴിഞ്ഞു. $220, 230 പിയുടെ റെസിസ്റ്റൻ്റ് ഏരിയ എന്ന് പറയണം. 220 ബ്രേക്ക് ചെയ്താൽ പിന്നെ 230. 230 ബ്രേക്ക് ചെയ്താൽ പിന്നെ പോകാനുള്ളത് 244. 2 മിനിറ്റിൻ്റെ RSI നമുക്ക് നോക്കണം. ഒരു വല്ലാത്ത പോക്കായിപ്പോയി. ഇതൊന്നും കിട്ടില്ല. പിന്നെ എന്തായാലും സ്കാൽപ്പിങ്ങിന് വല്ലതും കിട്ടിയാലുള്ള പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. 220, 224, 225 ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 230 മൂവ്മെൻറ്റ് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്തിട്ടൊക്കെ എടുത്താലും പ്രശ്നങ്ങളില്ല. മാർക്കറ്റ് ആദ്യത്തെ നമ്മൾ വരച്ച ആ ഒരു സപ്പോർട്ട് ലെവലിലേക്കാണ് വരുന്നത്, ആ ബോക്സിന് താഴത്തോട്ട്. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സപ്പോർട്ട് എന്ന് പറയണത് ഇതൊരു സപ്പോർട്ട് സോണാണ്. ഈ സപ്പോർട്ട് താഴത്തോട്ട് ബ്രേക്ക് ചെയ്താൽ 24,362 അടുത്ത ഡംപ് വരുന്നത്. രണ്ടാമത്തെ ലെവലിലേക്കും മാർക്കറ്റ് മുട്ടിയിട്ടുണ്ട്. ഇവിടെ 230, 240 ഓൾറെഡി പിയിൽ എത്തിയിട്ടുണ്ട്. 225 ബ്രേക്ക് ചെയ്താൽ നമ്മൾ 230 പറഞ്ഞത്. അത് ഓൾറെഡി 240 മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അത് ക്വിക്കായിട്ടുള്ള ആക്ഷൻസാണ്. അത്ര സ്റ്റേബിളായിട്ട് നിന്നാൽ മാത്രമാണ് അതൊക്കെ ക്യാച്ച് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ട് പറഞ്ഞു, സെക്കൻഡ് സപ്പോർട്ട് പറഞ്ഞു. കറക്റ്റ് സെക്കൻഡ് സപ്പോർട്ടിലാണ് മാർക്കറ്റ് ഇപ്പോൾ രണ്ടാമത് ഹിറ്റ് ചെയ്ത് നിൽക്കണം. അവിടെ നിന്ന് ലോ ബ്രേക്ക് ചെയ്താൽ പിന്നെ 24,290 മാർക്കറ്റ് പോകുന്നത്. 235, 240 വരെ മാർക്കറ്റ് പോയിട്ടുള്ളൂ. ഇപ്പോഴും ഒന്നും പറയാറൊന്നും ആയിട്ടില്ല. 2 മിനിറ്റിൽ അത് ആദ്യമേ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ എന്തെങ്കിലും പോയിന്റ് കിട്ടും എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കിക്കേ, നമ്മൾ ആദ്യത്തെ സപ്പോർട്ട് 24,385 പറഞ്ഞു. രണ്ടാമത്തെ സപ്പോർട്ട് റിവേഴ്സ് ആവാനായിട്ടുള്ള 3 സ്ഥലങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പിയിൽ ചെറിയൊരു മൂവ്മെൻ്റ് ഉണ്ടായി. പിന്നെ 24,300 രണ്ടാമത്തെ ലൈനിൽ നിന്ന് ഒരണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വരച്ചത് തെറ്റിയിട്ടില്ല. അവിടെ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കുന്നത്. $197 ഒരു 200 ബ്രേക്ക് ചെയ്താൽ അത് സസ്റ്റെയിൻ ചെയ്ത് 210 അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ 214, അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ 240 ഗ്യാപ്പ് ഫില്ലിങ്ങിനൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. പക്ഷെ ഇപ്പോഴും നമുക്ക് ഒരു ഉറപ്പൊന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും ഇപ്പോഴും നമുക്ക് പറയാറ് ആയിട്ടില്ല. ഈ ഒരു 50 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഒന്ന് കൺസോൾട്ടേഷനൊക്കെ കഴിയണം. കാരണം SMA ഇവിടെ താഴെ നിൽപ്പുണ്ട്, അവിടെ വരാനായിട്ടുണ്ട്, ഇവിടെ SMA മുട്ടാനായിട്ടുണ്ട്. അതിന് ശേഷമായിരിക്കും
മാർക്കറ്റിൽ ഇനി ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു പിയിലുള്ള ഒരു സ്കാൽപ്പിംഗ് സിസ്റ്റം കിട്ടി എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കറക്റ്റ് പ്ലാൻ ചെയ്താൽ മാത്രം. നമ്മൾ പിയിൽ അങ്ങനെ കൂടുതൽ ആ സപ്പോർട്ടിലേക്കുള്ള ചെറിയ പോയിന്റുകൾ മാത്രമേ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്തുള്ളൂ. നമ്മൾ ആ സപ്പോർട്ട് എടുത്തിട്ടുള്ള മൂവ്മെൻറ്റ് മാത്രമാണ് നമ്മൾ എന്തായാലും നോക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ കൺസോൾട്ടേഷനാണ് മാർക്കറ്റ്. ഇപ്പോൾ ഇതൊരു ഡൗൺ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ ക്യാൻഡിൽ അത്ര വലിയ റെഡായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് വന്നാലും ഒരു 180 സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് 192 ഭാഗത്തേക്കൊക്കെ പോകാനായിട്ടുള്ളത്. ആ റെഡ് കണ്ടിപ്പോൾ ഞാൻ അതൊന്നും എനിക്ക് എൻ്റെ അത്ര വലിയ റെഡായിട്ടൊന്നും തോന്നണില്ല. അതൊക്കെ തിരിച്ച് മുകളിലോട്ട് തന്നെ പോകാനുള്ള റെഡുകളാണ്. അപ്പോൾ ആ റെഡിൻ്റെ താഴത്തോട്ടുള്ള വലിവിൽ നമുക്ക് വേണമെങ്കിൽ താഴത്തുനിന്ന് ആ ഒരു വലിവിൽ നമുക്ക് ഈസിയായിട്ട് എടുക്കാം. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ട്രേഡ് എടുക്കാറുള്ളതാണ്. നൂറ്റി 80 താഴത്തോട്ട് പോയാൽ മാത്രമാണ് പ്രശ്നങ്ങളുള്ളൂ. 171 താഴത്തേക്ക് അതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഏത് നിമിഷമൊക്കെ തിരിച്ചു വരും. ആ വലിവിൽ എടുക്കാം 1-2 പോയിന്റ്, അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ്. അതൊക്കെയാണ് നമ്മുടെ സിസ്റ്റങ്ങൾ. 180 താഴത്തോട്ട് ബ്രേക്ക് ആയാൽ 180-78 താഴത്തോട്ട് ബ്രേക്ക് ആയാൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ട് വരത്തുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും മാർക്കറ്റ് താഴത്തോട്ട് വരത്തില്ല. അപ്പോൾ അതാണ് നമ്മൾ ഈ റെഡ് കണ്ടൊന്നും പാനിക്കാവുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാര്യങ്ങളില്ല. വെറുതെ സ്റ്റോപ്പ് ലോസ് അടിച്ച് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഏകദേശം 192 വരെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് ഓൾമോസ്റ്റ് അറിയാം. ഇനി ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ആയിരിക്കും. കൺസോൾട്ടേഷന് ശേഷം ഒരു ബിഗ് മൂവ്മെൻറ്റ് വല്ലതും വന്നാലുള്ളൂ. അത് എവിടെ ബ്രേക്ക് ചെയ്ത് പോകണം? ഇതിൻ്റെ ഹൈ 197.45 ബ്രേക്ക് ചെയ്താൽ 205-208 മൂവ്മെൻറ്റ് കിട്ടും. കാരണം SMA ഇത് വന്ന് ജോയിൻ്റ് ആവാതെ മാർക്കറ്റിൽ അടുത്ത മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇപ്പോഴും മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു 24,362 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ട് വരത്തുള്ളൂ. 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിം നോക്കുമ്പോൾ നമ്മൾ ഈ ഒരു ബോക്സാണ് കൺസോൾട്ടേഷൻ സോണായിട്ട് നമ്മൾ വരച്ചു വെച്ചതും ആ കൺസോൾട്ടേഷൻ സോണിൻ്റെ അകത്ത് ഒരു വൈറ്റ് ലൈൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിച്ചതും കമ്പനി ഉദ്ദേശിച്ചതും ഏകദേശമൊക്കെ കറക്റ്റാണെന്നാണ് പറഞ്ഞത്. ആ കൺസോൾട്ടേഷൻ സോണാണ് അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സിയിലേക്കുള്ള മൂവ്മെൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു ഡൗണോ അല്ലെങ്കിൽ ആ ഒരു റെഡോ ഒന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെഡ് കണ്ട് പേടിക്കുന്നവർക്ക് അത് പേടിയാണ്. നമ്മൾ ഈ ഒരു യെല്ലോ ലൈൻ മുട്ടാതെ മാർക്കറ്റിലടുത്തൊരു മൂവ്മെൻ്റ് ഇല്ല ഒന്ന് ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്ത് വെച്ചതാണ്. 180 താഴത്തോട്ട് പോയാൽ മാത്രമാണ് പേടിക്കേണ്ട കാര്യമുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും കൺസോൾട്ടേഷൻ വരും. അപ്പോൾ ഒന്നെങ്കിൽ ഇത് 205 കൂടെ ബ്രേക്ക് ചെയ്ത് 235 മാർക്കറ്റ് പോകണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ റെഡും ഗ്രീനും മാറി വരുന്നതനുസരിച്ചിട്ട് ഈ യെല്ലോ ലൈൻ താഴത്തേക്ക് വരണം. അപ്പോൾ ഞാൻ വീഡിയോ എന്തായാലും പോസ് ചെയ്യാം. 210 സപ്പോർട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിയിൽ റൈറ്റ് സൈഡ് ചാർട്ട് പി ആണ്. അവിടെ സപ്പോർട്ട് എടുത്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ഒരൊറ്റയടിക്ക് സാധനം 184 ഗ്യാപ്പ് ഫില്ലിങ്ങിന് 170 മാർക്കറ്റ് വരാം. പിന്നെ രണ്ടാമത്തെ കേസ് എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു സ്ട്രഗിൾ വരാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ RSI ഓൾറെഡി പിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. സിക്ക് അനുകൂലമായിട്ടാണ് നിൽക്കണമെന്നുള്ള ചോദ്യം വരും. ഇപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് ആണല്ലോ പോണതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ എന്നുള്ള സിസ്റ്റത്തിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കണ്ടിന്യൂഷൻ മൂവ് അല്ല വന്നിരിക്കുന്നത്. ഒരു കണ്ടിന്യൂഷൻ മൂവ് വന്നാലാണ് RSI അതിനൊപ്പത്തിൽ യാത്ര ചെയ്യേണ്ട ആ ഒരു സംഭവം വരത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗൺ ആയപ്പോഴത്തേക്കും RSIയും അല്ലെങ്കിൽ ക്യാൻഡിലും അത് വെച്ചിട്ട് രണ്ട് സ്ഥലത്തേക്ക് മാറി. രണ്ട് ധ്രുവങ്ങളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി അതൊന്ന് ടാലി ആവാനുള്ള സമയം നമ്മൾ കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആ യെല്ലോ ലൈൻ ടച്ച് ചെയ്ത അതിന് ശേഷം മാത്രമാണ് നമുക്ക് അടുത്ത ഒരു മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ആ സപ്പോർട്ട് ലെവൽ നമ്മൾ ഇൻഡെക്സിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സപ്പോർട്ടിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി രാവിലെ തന്നെ പ്രീ ഓപ്പൺ മാർക്കറ്റിൽ അനലൈസ് ചെയ്താണ്.
അതേപോലെ തന്നെ അവിടെ റെഡ് വന്നപ്പോഴും നമ്മൾ പറഞ്ഞു 180ക്ക് താഴെ പോയാൽ മാത്രം ടെൻഷൻ ആവേണ്ട കാര്യങ്ങളുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ഓൾമോസ്റ്റ് ടാർഗറ്റൊക്കെ ഓൾറെഡി ഡണ്ണാണ്. 170 നിന്ന് എടുത്താലും ഓൾമോസ്റ്റ് വേണ്ട, ഇവിടെ 186 85 90 നിന്ന് എടുത്താലും 12 പോയിൻ്റ് ഓൾറെഡി പ്രോഫിറ്റബിൾ ആണ്. അപ്പോൾ ഇവിടെ എന്താ RSI ഇവിടെ തിരിയാനായിട്ട് ഇങ്ങനെ 50% നിന്ന് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ആ സപ്പോർട്ട് ഈ ഒരു വൈറ്റ് ഡോട്ടിലാണ് ഇപ്പോൾ സപ്പോർട്ട് P എടുത്തിരിക്കണേ. അത് ലോവും കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇത് ഒരു ട്രിഗർ പ്രൈസ് ആണ്, അതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ കയറ്റി വെച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 232 പോവുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ ഗ്രീനും റെഡും മാറി മാറി വരുമ്പോൾ ഈ SMA അടുപ്പിച്ച് താഴത്തോട്ട് വരണം. ഈ ഒരു വെള്ള ഡോട്ടും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് താഴത്തോട്ട് വരത്തുള്ളൂ. ഇത് ആദ്യത്തെ റെസ്പെക്റ്റ് ആണ് ഈ നടന്നത്. അപ്പോൾ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ടും, ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്ത ഒരു ടിപ്പിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ 223 223 അടുത്ത ഒരു റെസിസ്റ്റൻ്റ് ഏരിയ എന്ന് പറയുന്നത്. ആ ഏരിയ കൂടെ ബ്രേക്ക് ചെയ്താലാണ് പിന്നെ നെക്സ്റ്റ് 232 മാർക്കറ്റ് പോകുള്ളൂ. അത് ട്രെയിൽ ചെയ്ത് ഇപ്പോൾ ഒരു 12 പോയിന്റിൽ ഇപ്പോൾ ഒരു 5 ലോട്ടാണെങ്കിൽ ഒരു 3 ലോട്ട് അവിടെ അങ്ങ് കൊടുക്കുക. ബാക്കിയുള്ള കോസ്റ്റ് ടു കോസ്റ്റോ ഈവൻ നമ്മളീ പറഞ്ഞ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ വിക്കോ 195 എന്നുള്ള ഭാഗത്തൊക്കെ ട്രെയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ്. എടുക്കുന്ന ഈ ലോട്ട് മുഴുവൻ പ്രോഫിറ്റ് എടുത്തേ മതിയാവും എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ എന്തും സംഭവിക്കാൻ പറ്റുന്ന ഒരു ലെവലിലാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. ഒരു സപ്പോർട്ടിങ് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഹൈ കൂടെ ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് 230 പോകത്തുള്ളൂ. ഇവിടെ ഒരു പക്ക സപ്പോർട്ടാണ്, വൈറ്റ് ഡോട്ടിൽ സപ്പോർട്ട് എടുക്കുകയാണ്. ഇവിടെ വൈറ്റ് ഡോട്ടിൽ C എത്തിയിട്ടില്ല. അപ്പോൾ അതിൽ ഒരു തീരുമാനം എടുത്ത് നമ്മൾ ഉറച്ചു വെക്കുക. ഒന്നെങ്കിൽ ഇപ്പോൾ ഒരു 200, ഇപ്പോൾ നമുക്കൊരു എൻട്രി കിട്ടിയത് 185 അല്ലെങ്കിൽ 179 ഒരു 10-12 പോയിന്റ് കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്ത് ഇടുക. എന്നിട്ട് തീരുമാനം എടുക്കേണ്ടത് ഒന്നെങ്കിൽ എൻ്റെത് ഒരു 198 ട്രെയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന അടിച്ചു പോകണം, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ടാർഗറ്റ് 230 ആ മഞ്ഞ ലൈൻ മുട്ടുന്നവരായിരിക്കണം എന്നുള്ളൊരു തീരുമാനം എടുക്കുക. അപ്പോൾ താഴത്തോട്ട് എന്തെങ്കിലും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയാണെങ്കിലോ എവിടെ പ്രോഫിറ്റാക്കി എടുക്കാൻ പറ്റും? 223 ബ്രേക്ക് ചെയ്താൽ 230 P പ്രോഫിറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വീഡിയോ ഓൺ ചെയ്യാം. ഇപ്പോൾ ട്രെയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഇല്ല. ട്രെയിൽ ചെയ്ത് വെക്കാനുള്ള പോയിന്റ് നമ്മുടെ കയ്യിൽ വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് വേണം. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ നമ്മൾ ട്രെയിൽ ചെയ്ത് വെക്കണം. ഓരോ സപ്പോർട്ട് ലെവൽ എവിടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാണ്ട് ചുമ്മാ നമ്മൾ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് കാര്യങ്ങളില്ല. ഞാൻ ജസ്റ്റ് ഇതൊന്ന് 15 മിനിറ്റ്സിലേക്ക് ആക്കുകയാണ്. 230 220 എന്നുള്ള ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് പോയാൽ പിന്നെ ഗ്യാപ്പ് ഫില്ലിങ്ങും ഒക്കെ 280 വരെയൊക്കെ കിടപ്പുണ്ട്. ഈ യെല്ലോ ലൈൻ ടച്ച് ചെയ്യാതെ അതിനു മുമ്പ് ഒരു റിജക്ഷൻ ഉള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇനി സംഭവിക്കാവുന്ന ചിലപ്പോൾ 222 വരെ മാർക്കറ്റ് വരാം. 222 ഹിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യാം, അടുത്ത ലെവലിൽ താഴത്തോട്ട് പോരാ. അപ്പം എന്ത് ചെയ്യും, അതിൻ്റെ അടുത്ത ക്യാൻഡിലാവുമ്പോൾ 230 നിൽക്കുന്ന മഞ്ഞ ലൈൻ 222 മാർക്കറ്റ് ഡൗൺ ആവാം. മഞ്ഞ ലൈൻ താഴത്തോട്ട് വീണ്ടും താഴത്തോട്ട് വരാം എന്നാണ് പറഞ്ഞത്. അതനുസരിച്ചിട്ട് മഞ്ഞ ലൈൻ മുട്ടണത് 230 തന്നെ ചെന്ന് മുട്ടണമെന്നില്ല. ഇവിടെ 2 റെഡ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഈ മഞ്ഞ ലൈൻ താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ രണ്ടാമത് പിന്നെയും വന്ന് ഹിറ്റ് ചെയ്യണത് 223 അതാണ് നമ്മൾ അടുത്ത റെസിസ്റ്റൻ്റ് അല്ലെങ്കിൽ റിവേഴ്സ് ആവാനായിട്ടുള്ള ഏരിയ 223 പറഞ്ഞത്. കറക്റ്റ് 223 മാർക്കറ്റ് അവിടെ റിജക്ഷൻ ആയിട്ടുണ്ട്. അവന് അത് ബ്രേക്ക് ചെയ്ത് പോകണം. നമ്മൾ ഒരിക്കലും ഒറ്റയടിക്കൊന്നും മാർക്കറ്റ് മുകളിലോട്ട് പോകും എന്നുള്ള ഇതൊന്നും നമ്മൾ വെക്കാനായിട്ട് പാടില്ല. പോകും, അത് ഇത്തിരി കറങ്ങി തിരിഞ്ഞൊരു കൺസോളേഷനും കാര്യങ്ങളൊക്കെ. എപ്പോഴും ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്, മുതിർന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ ആദ്യമേ എഴുന്നേറ്റ് നിൽക്കുന്നു, അദ്ദേഹം അടുത്ത മുറിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ആദ്യം ഒരു മുതിർന്ന ആൾ നമ്മൾ കസേര ഇരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ നമ്മൾ മൊത്തത്തിൽ എഴുന്നേറ്റ് നിൽക്കും. പിന്നെ പോകുമ്പോൾ നമ്മൾ പകുതി എഴുന്നേറ്റ് നിൽക്കും. പിന്നെ പോകുമ്പോൾ കാലൊന്ന് അനക്കും. പിന്നെ പോകുമ്പോൾ നമ്മൾ ഇരുന്നൊന്ന് ഞെരുവിരി കൊള്ളും. പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യില്ല എന്ന് പറയണ പോലെ
ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴുള്ള ആദ്യ റെസ്പെക്റ്റാണ് ഈ കണ്ടത്. ഇനി രണ്ടാമത് വന്ന് ആ റെസ്പെക്റ്റ് ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴാണ് 229 മാർക്കറ്റ് മൂവ് ചെയ്യണത്. അപ്പോൾ ആ റെസ്പെക്റ്റ് മനസ്സിലാക്കി ഇറങ്ങാം. അല്ലെങ്കിൽ താഴത്ത് 212 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഈ 229 നിൽക്കുന്നത് അടുത്ത ക്യാൻഡിൽ ഫോം ആകുമ്പോൾ അത് മേ ബി ഒരു 223 വരാം. നമ്മുടേത് ഒന്നെങ്കിൽ രണ്ട് രീതികളാണ്. അത് സ്റ്റെപ്പായിട്ട് ഇറങ്ങാം, അല്ലെങ്കിൽ മഞ്ഞലായി മുട്ടുന്നവരെ ഹോൾഡ് ചെയ്യാം. അതൊക്കെ ഓരോ രീതികളും കാര്യങ്ങളൊക്കെയാണ്. ഇരുപത്തഞ്ച് മിനിറ്റ് ഇപ്പം തന്നെയായി. ചിലപ്പോൾ ഒറ്റയടിക്കായിരിക്കും മുട്ടുന്നത്. ഇവിടെ ഈ വൈറ്റ് ഡോട്ട് ഉണ്ട്. ഇപ്പോൾ ഇവിടെ വൈറ്റ് ഡോട്ടിലെത്തി. ഇപ്പോഴും മാർക്കറ്റ് അവിടെ തന്നെയാണ്. ഇപ്പോഴാണ് സിയിൽ വൈറ്റ് ഡോട്ട് ഭാഗത്തേക്ക് എത്തിയത്. പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ മാക്സിമം ലോക്ക് ചെയ്ത് പ്രോഫിറ്റ് വെക്കുക, അല്ലെങ്കിൽ മാക്സിമം ഇവിടെ ഇറങ്ങിയിട്ട് ബാക്കിയുള്ളത് ഹോൾഡ് ചെയ്ത് വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കത്തുള്ളൂ. നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഒരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മാക്സിമം ഇന്നും നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം. ഇപ്പോൾ ഇവിടം വരെ എത്തിയിട്ട് അവിടെ കറക്റ്റായിട്ട് ട്രെയിൽ ചെയ്ത് വെച്ച് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഏത് നിമിഷവും മാർക്കറ്റ് സഡൻ ഫാള് താഴത്തോട്ടൊക്കെ വരാം. നമ്മളെപ്പോഴും അത് പ്രതീക്ഷിച്ച് നിൽക്കണം. അത് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ നമുക്ക് അതനുസരിച്ചുള്ള ഏരിയാസ് നമുക്ക് അറിയാനായിട്ട് പറ്റണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞ ആദ്യത്തെ ആ ഒരു റെസിസ്റ്റൻ്റാണ് അവിടെ കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഈ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യണം. ഹൈ ബ്രേക്ക് ചെയ്താൽ ഇപ്പോൾ അടുത്ത ക്യാൻഡിൽ നോക്കിയോ 227 230 തൊട്ട് പറഞ്ഞതാണ് നമ്മൾ മാർക്കറ്റ് ഈ ഒരു മഞ്ഞ ലൈൻ മുട്ടും. അപ്പോൾ ഇവിടെ റെഡ് വരും, ഗ്രീൻ വരും, റെഡ് വരും, ഗ്രീൻ വരും. അതനുസരിച്ചിട്ട് മഞ്ഞ ലൈൻ അടുത്തുകൊണ്ടിരിക്കും. അതനുസരിച്ചിട്ടായിരിക്കും മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാവണേ. നേരെ മറിച്ച് 225 ഒന്നും കൂടെ അല്ലെങ്കിൽ ഈ ഒരു ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ പോകാനായിട്ടുള്ളൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടം വരെ പോകാം? 235 വരെയൊക്കെ മാർക്കറ്റ് പോകും. നമ്മൾ വെയിറ്റ് ചെയ്തൊക്കെ ഇറങ്ങാം. 213 താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ആവണമെങ്കിൽ ഈ 213 താഴെ വന്നാൽ പിന്നെ സപ്പോർട്ട് എടുക്കാനുള്ളത് 203 പിന്നെ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുള്ളൂ. ഇവിടെ നല്ല രീതിയിൽ റിജക്ഷനൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പറഞ്ഞ ആദ്യത്തെ ഒരു റെസ്പെക്റ്റ്, അതായത് ഇവിടെ നമ്മൾ റെഡ് ലൈനിലൊരു റെസ്പെക്റ്റ് പറഞ്ഞു, ദെൻ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോയത് സെക്കൻഡ് റെസ്പെക്റ്റ് ചെയ്യുന്ന സ്ഥലം പറഞ്ഞു, ദെൻ അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോകണം. അപ്പോൾ ഇത് ഒറ്റയടിക്ക് നമ്മൾ മഞ്ഞ ലൈനിലിട്ട് പോകുന്ന ഉറപ്പില്ല എന്ന് നമ്മൾ പറഞ്ഞു. ആ ഇവിടെ കൺസോൾട്ടേഷൻ വരുന്നതനുസരിച്ചിട്ട് മഞ്ഞ ലൈൻ വേണമെങ്കിൽ താഴത്തോട്ടും വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വൈറ്റ് ഡോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. 213 204 ഇടയ്ക്ക് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം നമ്മൾ ഡൗണിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഞാൻ 212 213 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. ആ 213 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കൊരു ഇൻ ബിറ്റ്വീൻ സ്പേസ് ഉള്ളത് 204 അതിനിടക്കും ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ ഉണ്ടാവുന്ന അതേ സ്ഥലത്തേക്ക് ചിലപ്പോൾ മേ ബി മഞ്ഞ ലൈൻ വീണ്ടും താഴത്തോട്ട് വരാം. അപ്പോഴായിരിക്കും നമ്മൾ രണ്ടാമത് പിന്നെയും അവിടെ പോയി ആ സെയിം എക്സിറ്റ് പ്ലേസ് ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ ആയിരിക്കും മാർക്കറ്റ് വീണ്ടും. ഇപ്പോൾ ഏകദേശം പിയിൽ മഞ്ഞ ലൈൻ മുട്ടാറായി. RSI സിയിൽ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ 1 2 3 4 ക്യാൻഡിലായി കൺസോൾട്ടേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ വളരെ അലർട്ടായിരിക്കണം. ഇവിടെ ഇപ്പോൾ രണ്ടും വളരെ വലിയൊരു ക്യാൻഡിൽ ഫോം ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അത് സിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരൊറ്റ പോക്കിന് മാർക്കറ്റ് 234 പോകും. നേരെ മറിച്ച് ആ 219 214 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരൊറ്റടിക്ക് 190 വരും. അതായത് ബിഗ് ക്യാൻഡിൽ, അതായത് ഒരു സിംഗിൾ ക്യാൻഡിൽ തന്നെ ഹെവി മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അടുത്ത 2 ക്യാൻഡിലിനുള്ളിൽ. അതായത് ഒരു സിംഗിൾ ക്യാൻഡിൽ തന്നെ ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഡബിൾ ചാർട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഇവിടെ SMA കറക്റ്റായിട്ട് മുട്ടിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. ഇത് മോർണിംഗ് സ്റ്റാർ ആയിക്കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് നേരെ പോകുള്ളൂ. ഇല്ലെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്ത്
മാർക്കറ്റ് താഴത്തോട്ട് പോരും. നമ്മൾ ഈ ഡബിൾ ചാർട്ട് വെച്ചേക്കണതിൻ്റെ റീസൺ തന്നെ ചെറിയ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ അടുത്ത 2 ക്യാൻഡിനുള്ളിൽ ഒരു മാസീവ് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ 226 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് 234ലേക്ക് മൂവ് ചെയ്യും. 234ലേക്ക് മൂവ് ചെയ്താൽ ഒരു 225 സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടി അവിടെ ഇരിക്കുക. ബാക്കി വിധിയെന്ന് കരുതി സമാധാനിക്കുക, കിട്ടുന്നത് മാക്സിമം എടുത്തിട്ട് മാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നു കഴിഞ്ഞാൽ. അതായത് നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് ടാർഗറ്റ് ഓൾമോസ്റ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് പറഞ്ഞത്. സപ്പോർട്ട് എടുക്കാനുള്ള 2 സ്ഥലങ്ങളും ഓൾമോസ്റ്റ് നമ്മൾ ഈസി ആയിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാർഗറ്റ് അങ്ങോട്ട് എത്തിയിട്ടില്ല, ചെറിയൊരു വ്യത്യാസത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ പറഞ്ഞു ഇതൊരു ബോക്സാണ്. മാർക്കറ്റ് അവിടെ നിന്ന് താഴത്തോട്ട് വന്ന ഫസ്റ്റ് സപ്പോർട്ട് 24,385, സെക്കൻഡ് സപ്പോർട്ട് 24,362. അപ്പോൾ ഒരു അത് ഇതിൽ കൂടുതൽ ഇപ്പോൾ പ്രൂവ് ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് ഒന്നുമില്ല. നോക്കിയേ, സൂം ചെയ്ത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ വരച്ച വരയിൽ ഒരു പോയിൻ്റ് വ്യത്യാസമില്ലാതാണ് എൻട്രി ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 സപ്പോർട്ട് ഓൾറെഡി പറഞ്ഞു. ഇത് 2-ൽ ഏതെങ്കിലും ഒരെണ്ണമാണെങ്കിലും വലിയ വിഷയങ്ങൾ നമുക്ക് വരത്തില്ല. ഇവിടെ നമ്മുടെ ടാർഗറ്റും ഓൾറെഡി ഹിറ്റ് ചെയ്തു. ഇനി 225 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പറന്നായിരിക്കും മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ പരിപാടി ഓൾമോസ്റ്റ് ഡണ്ണാണ്. 2 കാര്യങ്ങൾ തീരുമാനിച്ചുള്ളൂ. ഒന്നെങ്കിൽ കയറ്റി വെച്ച സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ മഞ്ഞ ലൈൻ മുട്ടുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഏക ഒരു ആശ്രയം. അപ്പോൾ നമ്മൾ എൻട്രി എടുത്ത പ്രൈസൊന്നും നമ്മൾ വലിയതായിട്ട് പ്രതീക്ഷിക്കേണ്ട. 190 മുതൽ 225 വരെ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊക്കെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് മേ ബി 247 ഒക്കെ പോകാനായിട്ട് കിടപ്പുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് ഇനി കിട്ടിക്കഴിഞ്ഞാൽ ട്രെയിൽ ചെയ്ത് കൊണ്ടുപോലെ നടക്കത്തുള്ളൂ. പോയാൽ 280 കിടപ്പുണ്ട്, 315 കിടപ്പുണ്ട്. നമ്മൾ മാക്സിമം ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അടുത്ത 2 ക്യാൻഡിനുള്ളിൽ മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാം. അപ്പോൾ 230ലേക്കൊക്കെ മാർക്കറ്റ് വന്ന് നിൽപ്പുണ്ട്. അതാണ് നമ്മൾ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം കയറ്റി ട്രെയിൽ ചെയ്ത് അങ്ങ് വെച്ചേക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെവിടം വരെ പോകുമോ അവിടം വരെ പോട്ടെ. അത് 5 മിനിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ RSI അപ്പർ സൈഡിലേക്കാണ്. ഇനി 5 മിനിറ്റിൽ മുട്ടാനുള്ളത് 241 5 മിനിറ്റിൽ മുട്ടാനുണ്ട്. അതാണ് സെക്കൻഡ് ഒരു ലെവലായിട്ട് മാർക്കറ്റിൽ നിൽക്കുന്നത്. ഇത് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആവില്ല എന്നുള്ള കാര്യം മാത്രം ഇനി നോക്കിയാൽ മതി. കാരണം പ്രീവിയസ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ വന്നു, അതിനുശേഷം ഡോജി ക്യാൻഡിൽ, അത് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെങ്കിൽ ഈ റെഡൊന്നും ഒരു റെഡല്ല. അത് 229, 234, 240 മുട്ടണം. നേരെ 15 മിനിറ്റ്സിലേക്കാണെങ്കിലോ ഏത് നിമിഷവും മാർക്കറ്റ് നമ്മൾ മുകളിലേക്ക് പോകാൻ തയ്യാറെടുത്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 225 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയി 234ലേക്ക് മുട്ടുവാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ 225 ട്രെയിൽ ചെയ്തിട്ട് കയ്യും കെട്ടി വൈകുന്നേരം വരെ ഇരിക്കുക. കിട്ടുന്നത് പ്രോഫിറ്റ്, ഇല്ലാന്നുണ്ടെങ്കിൽ പോട്ടെ. ദാറ്റ്സ് ഓൾ. വീണ്ടും SMA 3 തവണ മുട്ടിയിരിക്കണേ. SMA ഇപ്പോൾ RSI ഇത് ക്രോസ് ഓവർ ആവണം. ഇത് ക്രോസ് ഓവർ ആവുന്ന വരെ മാർക്കറ്റ് സീൽ തന്നെയാണ്. നമുക്കെന്തായാലും വീഡിയോ ഞാൻ ഹോൾഡ് ചെയ്യാം. അടുത്ത പരിപാടി അതിൻ്റേതായ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ആ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഒരു റെഡ് വന്നാൽ അതൊന്നും ഒരു റെഡായിട്ടൊന്നും നമ്മൾ കണക്ക് കൂട്ടുന്നില്ല. 230 ആയിട്ടുണ്ട്. 230 ബ്രേക്ക് ചെയ്ത് 234. അപ്പോൾ ഞാൻ ആ 234 ബ്ലൂ ലൈൻ ഞാനൊന്ന് എടുത്ത് മാറ്റുകയാണ്. കാരണം ഞാൻ അവിടെ ഒരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് റിവേഴ്സ് പോരും. അപ്പോൾ നമ്മൾ അത് ഞാനങ്ങ് മാറ്റിയിട്ടുണ്ട്. കയറുവാണെങ്കിൽ കയറി 240 ഇട്ട് പോട്ടെങ്കിൽ നമ്മളായിട്ടൊരു തടസ്സങ്ങൾ ഉണ്ടാക്കുന്നില്ല. 234, 236,
236. നമ്മൾ 234 പറഞ്ഞത്, മാർക്കറ്റ് 236 വരെ പോയിട്ടുണ്ട്. ശരിക്കും 240 വരെ പോകണ്ടേ, അതാണ് അതിൻ്റെ ഒരു മര്യാദ. എന്തുകൊണ്ട് പോയില്ല? ഇവിടെ ആ ഒരു 234 നമ്മൾ അടുത്ത ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ മാർക്കറ്റ് ട്രിഗർ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ താഴത്തോട്ട് വന്നപ്പോഴേ നമ്മൾ പറഞ്ഞു അതൊന്നും ഒരു റെഡ് അല്ല, മാർക്കറ്റ് പോകേണ്ട സ്ഥലത്ത് പോകണം, പോകാതിരിക്കാൻ പറ്റുകയില്ല. ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാ? ഈ ക്യാൻഡിൽ വന്നപ്പോൾ പറഞ്ഞു ഡോജി ക്യാൻഡിലാണ്. അപ്പോൾ ഈ അളവിലുള്ള ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നാൽ സിംഗിൾ ക്യാൻഡിൽ തന്നെ 234 ടച്ച് ചെയ്യും എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് മാക്സിമം കയറ്റി നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് 222-ലോ 225-ലോ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക. അത് പോണത്രോളം പോട്ടെ, എത്ര ദൂരം പോകാൻ പറ്റും അത്ര ദൂരം പൊക്കോട്ടെ, നമുക്കൊരു പരാതിയില്ല. അടിച്ചു പോകണമെങ്കിൽ പൊക്കോട്ടെ. ആദ്യത്തെ മോർണിംഗ് ട്രേഡ് കൂടുതലൊന്നും നമ്മൾ പറയുന്നില്ല, 225 തന്നെ കൂട്ടിയാൽ മതി. 195, 190 മുതൽ 295 വരെ. നമ്മളിതിനിപ്പോഴൊന്നും വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഇത്രയും സ്റ്റേബിളായിട്ട് പോയ സമയം ഏത് സമയവും സിയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണം. ഇനി മുട്ടാനുള്ളത് 200. നമ്മൾ പറഞ്ഞ സ്റ്റെപ്പായിട്ടാണ് ടാർഗറ്റുകൾ മുട്ടിയിരിക്കണേ. ഞാൻ പറഞ്ഞു ഒരിക്കലും ഒറ്റയടിക്ക് മാർക്കറ്റൊന്നും പോയി മുട്ടത്തില്ല, സ്റ്റെപ്പായിട്ടാണ് മുട്ടുള്ളൂ. നമ്മൾ 225, അത് കഴിഞ്ഞിട്ട് 234 പറഞ്ഞു. അവിടുത്തെ ബ്ലൂ ലൈൻ ഞാനെടുത്ത് മാറ്റിയതുകൊണ്ടാണ് പെട്ടെന്ന് 234 മുട്ടിയത്. ഇനി 225 കിടക്കുന്നു, 250 കിടക്കുന്നു. അതിനിടയ്ക്ക് ഇവിടെ ഒരു എന്താ കിടക്കണേ, 239 കിടക്കണു. ഒരുപാട് തടസ്സങ്ങളുണ്ട്. എല്ലാ തടസ്സങ്ങളും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇനി 240 കിടപ്പുണ്ട്, 235 ബ്രേക്ക് ചെയ്താൽ 40 കിടപ്പുണ്ട്, 50 കിടപ്പുണ്ട്, 255 കിടപ്പുണ്ട്, ഫൈനലി 272 കിടപ്പുണ്ട്, പിന്നെ 302 കിടപ്പുണ്ട്. അപ്പം അത് ഈ RSI ക്രോസ് ഓവറായി. ഇനി ഇത് എവിടെ വരെ പോയി ക്രോസ് ഓവർ ആവുന്നോ അവിടെ വരെ മാർക്കറ്റ് അങ്ങനെ കിടക്കുകയാണ്. ഈ വീഡിയോ വൈകുന്നേരം വരെ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ഞാൻ നോക്കട്ടെ. മാക്സിമം 35 പോയിൻറ്റ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കി ഈ പറഞ്ഞ പോലെ മെജോറിറ്റി വിറ്റിട്ട് ഒരു 10 പോയിന്റിൽ കയറ്റിയിട്ടിട്ട് അവിടെ ലോക്ക് ചെയ്ത് അങ്ങ് ഇട്ടേക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റോ 10 പോയിന്റ് അടിച്ച് പൊക്കോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ RSIയുടെ ക്രോസ് ഓവർ മാക്സിമം എവിടെ കിട്ടുന്നോ അവിടം വരെ ഉണ്ടാവണം. ഒരു മിനിറ്റ്, അതേപോലെ 30 മിനിറ്റിലാണെങ്കിലും ഇവിടെ RSI ഒരു ക്രോസ് ഓവറിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അത് 15 മിനിറ്റ്സിൽ ക്രോസ് ഓവറിൻ്റെ അടുത്തേക്ക് നിൽക്കുകയാണ്. 5 മിനിറ്റിൽ ക്രോസ് ഓവർ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. 2 മിനിറ്റിൽ ക്രോസ് ഓവർ പണ്ടേ കഴിഞ്ഞൊക്കെ പോയേക്കണതാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഏർലി സ്റ്റേജിൽ എൻട്രി എടുത്തിട്ട് ഹയർ ടൈം ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മാക്സിമം ആദ്യത്തെ ഒരു ട്രിഗർ പ്രൈസിൽ നമ്മൾ മാക്സിമം ലോട്ട് ഇറങ്ങുക. നമുക്ക് ഒരു ദിവസം 10 പോയിന്റ് മതി. 10ന് പകരം 35 കിട്ടുമ്പോൾ ഞാൻ കഴിഞ്ഞ 4 ദിവസം വീഡിയോയിൽ പറയുന്ന പോലെ ഒരു 80% ലോട്ട്സും, ഇപ്പോൾ 5 ലോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ലോട്ട് ആ 35 പോയിന്റിൽ വിറ്റിട്ട് നമുക്ക് ഡെയിലി കിട്ടുന്ന പ്രോഫിറ്റ് ആദ്യം നമ്മുടെ കയ്യിലാക്കുക. ദെൻ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടോ 5 പോയിന്റ് ഇട്ടിട്ട് ഹോൾഡ് ചെയ്യുക. ഞാനത് 30 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 236, 240 ഒക്കെ ഹിറ്റ് ചെയ്യാനുണ്ട്. അവിടെ നിന്ന് പോയാൽ 250, 305 വരെയൊക്കെ പോകാനുണ്ട്. ഒരു 30 മിനിറ്റിൽ ക്യാൻഡിൽ എങ്ങനെ ഹോൾഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാം. അത് ചെറിയ ടൈം ഫ്രെയിമിൽ മാക്സിമം ലോക്ക് ചെയ്തു. ആ എടുക്കുന്ന ലോട്ട് മുഴുവൻ എനിക്ക് മാക്സിമം കിട്ടണം, അതേ ഞാൻ കോസ്റ്റ് ടു കോസ്റ്റ് ഇടൂ, അല്ലെങ്കിൽ 10 പോയിന്റ് കയറ്റി വെക്കുമെന്നൊന്നും നമ്മൾ ഒരിക്കലും വാശി പിടിക്കാൻ പാടില്ല. നമുക്കൊരു പ്ലാൻ ബി വേണം. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, 10 ലോട്ട് എടുക്കുക, ഒരു 10-20 പോയിന്റ് ആകുമ്പോൾ 5 ലോട്ട് കൊടുക്കുക. അപ്പോൾ ഡെയിലി നമുക്ക് കിട്ടണ എത്രയേ, ഡെയിലി നമുക്ക് കിട്ടുന്ന ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ മാസത്തിൽ 4 തവണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 100 പോയിന്റ് റൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ എൻട്രി എടുക്കുന്ന സ്ഥലത്ത് 400 പോയിന്റ് റൈഡ് ചെയ്താൽ ചിലപ്പോൾ 10 പോയിന്റിൽ 400 പോയിന്റ് നമുക്ക് കിട്ടിയെന്നിരിക്കും. അതെപ്പോഴും കിട്ടണമെന്നില്ല. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ലോട്ട് സൈസിൻ്റെ ആദ്യത്തെ ഒരു ട്രിഗർ പ്രൈസിൽ അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ളൊരു സോണിൽ മാക്സിമം വിറ്റിട്ട് ബാക്കി കോസ്റ്റ് ടു കോസ്റ്റിലോ 10 പോയിന്റിലോ ഇട്ടിട്ട് അവിടെ അങ്ങ് കെട്ടക്കട്ടെ എന്ന് വിചാരിക്കണം. എന്തായാലും ഇത് കൺസോൾട്ടേഷൻ സോണാണ്, 222 എന്നുള്ളതൊരു കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ അതിങ്ങനെ സ്ട്രഗിൾ ചെയ്തൊക്കെ നിൽക്കും. നമുക്ക് 15 മിനിറ്റ്സ് നോക്കി മുമ്പോട്ട് പോകാം. ഞാനിപ്പോഴും 240 ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട്, 240 ഒക്കെ ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്.
240, 255, 272, 305. അത് RSI ബേസ് ചെയ്തിട്ട് എവിടം വരെയാണോ അതനുസരിച്ചിട്ട് ഫോക്കസ് ചെയ്യും. പിന്നെ ഇവിടെ ഇപ്പോൾ വരാനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ക്രോസ് ഓവർ ഗ്രീനിലേക്ക് കയറുമ്പോൾ ഇത് ചിലപ്പോൾ 240 പോയി ഹിറ്റ് ചെയ്യും. 240 പോയി ഹിറ്റ് ചെയ്തിട്ട് ഒരൊറ്റടിക്ക് സാധനം 200ലേക്ക് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഇത് ഗ്രീനിലേക്ക് കയറുന്ന സമയത്ത് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഉണ്ടാവുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും, 196 ഭാഗത്തേക്ക് വലിയൊരു ഫാൾ ഉണ്ടാവും. അത് ആദ്യം ഫാൾ ഉണ്ടായിട്ടാണോ 240ലേക്ക് പോണേ, അത് 240 പോയിട്ടാണോ ഫാൾ ഉണ്ടാവണേ എന്നുള്ള കാര്യത്തിൽ മാത്രം എനിക്കൊരു സംശയമുള്ളൂ. നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കണം, ഈ ഒരു ഫാള് നമ്മൾ പ്രതീക്ഷിക്കണം. അത് നമ്മൾ പ്രതീക്ഷിച്ച് വേണം നിൽക്കാൻ. കാരണം ഇവിടെ ഗ്രീൻ ലൈനിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ പ്രതീക്ഷിച്ച് നിന്നാൽ മതി. എന്ന് വെച്ചാൽ വരുമെന്ന് ഉറപ്പല്ല, പ്രതീക്ഷിച്ച് നിൽക്കുക. എനിക്കിപ്പോഴും 240 ഒരു പ്രതീക്ഷയിലാണ് ഞാനും നിൽക്കുന്നത്. 240 ബ്രേക്ക് ചെയ്ത് അങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓരോ 15 മിനിറ്റ്സ് കഴിയുമ്പോഴും വീഡിയോ ഓൺ ചെയ്തിട്ട് ഞാൻ പറയാം. ഓൾറെഡി നമ്മൾ പറഞ്ഞ 247, അതായത് ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ എന്ന് പറയണത് 248.30 ഇപ്പോൾ ഇതിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ 247.75. അടുത്തത് 255. 255 എന്ന് പറയുമ്പോൾ നമ്മൾ സെക്കൻഡായിട്ട് പറഞ്ഞ ആ ഒരു ടാർഗറ്റ് ഉണ്ട് 250. 250 ബ്രേക്ക് ചെയ്താൽ 255. 255 ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് പോണത് 273. അവിടെയും ബ്രേക്ക് ചെയ്താൽ 302. നമ്മൾ മാക്സിമം ഇതൊന്ന് ഹോൾഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. ഇപ്പോൾ ഇവിടം വരെ ആണെങ്കിലും എത്രയായി, 190 190, 200, 60 പോയിൻ്റാണ് ഇപ്പോൾ റണ്ണിങ് സ്റ്റാറ്റസ് നമ്മുടെ ട്രേഡിൻ്റെ. നമ്മളിത് പറഞ്ഞു, ഇത് മാക്സിമം ഇന്ന് ഹോൾഡാണ്. 30 മിനിറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പല പല ഘട്ടങ്ങളായിട്ടായിരിക്കും മാർക്കറ്റ് ഹിറ്റ് ചെയ്യണത്. അപ്പോൾ ഇതിൽ 250 ഇപ്പോൾ ഹിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മൾ 240 കൺഫേം ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. 240 ഹിറ്റ് എന്തായാലും ഹിറ്റ് ചെയ്യും, നമ്മൾ കൺഫേം ആയിട്ട് പറഞ്ഞതാണ്. 251 ആയിട്ടുണ്ട്. 255 ബ്രേക്ക് ചെയ്താൽ പിന്നെ 273ലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. അപ്പോൾ ഓരോ 15 മിനിറ്റ് കഴിയുമ്പോഴും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ 30 മിനിറ്റിൽ 260 ടച്ച് ചെയ്യാനായിട്ട് സ്പേസ് ഇട്ടിട്ടുണ്ട്. അല്ല, 250, 260 ടച്ച് ചെയ്യാനൊക്കെ ഇട്ടിട്ടുണ്ടാവട്ടെ, കിടക്കട്ടെ. ബാക്കി നമുക്ക് വന്നെടുത്ത് വെച്ചിട്ട് കാണാം. നമ്മൾ കൃത്യമായിട്ടൊരു RSI വെച്ചിട്ടാണ് എൻട്രി പ്ലാൻ ചെയ്തത്. ഹയർ ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ 15 മിനിറ്റ്സിൽ മാർക്കറ്റ് സിയിലേക്ക് പോകുമെന്ന് നമുക്കറിയാം. 30 മിനിറ്റിൽ RSI ഈ ഒരു ഭാഗത്ത് മടക്ക് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഏത് നിമിഷവും സിയിലേക്ക് പോകാം. നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടി 15 മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്തു, 5 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. 5 മിനിറ്റിൽ ഓൾമോസ്റ്റ് ടാർഗറ്റൊക്കെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ആ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഇൻഡെക്സിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 24,545ലേക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ബോക്സിന് പുറത്തേക്ക് പോയാലുള്ള മൂവ്മെൻ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിലും കൂടെ ഒന്ന് നോക്കാം എന്താണ് അവസ്ഥയെന്ന്. ഫ്യൂച്ചറിൽ നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഗ്രീനിലേക്ക് മുട്ടിയിട്ടുണ്ട്. ഫ്യൂച്ചറിൽ 15 മിനിറ്റ്സിൽ ഗ്രീനിലേക്ക് മുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി 24,540 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 24,637ലേക്കോ ആ ഭാഗത്തേക്കോ മാർക്കറ്റ് പോകത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു ഫാളായിരിക്കും എങ്ങോട്ട് വരുന്നത്, 24,450ലേക്കോ മറ്റോ വരാനായിട്ടുള്ള പോസിബിലിറ്റി. നമ്മൾ ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് ഫൈനലി പറഞ്ഞത് 248 വരെ. ഇപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ടാർഗറ്റും ഓൾമോസ്റ്റ് ഹിറ്റായിട്ടുണ്ട്. 48.50 നമ്മൾ പറഞ്ഞത് ഇവിടുത്തെ ഗ്യാപ്പ് ഫില്ലിങ് വെച്ചിട്ട്. അപ്പോൾ നെക്സ്റ്റ് ടാർഗറ്റ് ഡൺ. ഇനി അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകണം. അപ്പോൾ ടാർഗറ്റ് എല്ലാം കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ 240 എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പോകണം. ബിനീഷെ കിട്ടിയായിരുന്നോ അങ്ങോട്ട്? ബിനീഷൊക്കെ പിന്നെ പഠിച്ച് കോൺഫിഡൻ്റ് ഉള്ള ആളല്ലേ. കിട്ടിയോ 140ലേക്ക് ആർക്കെങ്കിലും കിട്ടിയോ? തൗഫീഖേ
ഷബാഫെ ഒരെണ്ണം പോലും ഒന്ന് സ്റ്റോപ്പ്. ആ 227 13 പോയിന്റ് വ്യത്യാസം അല്ലേ? ഓക്കെ ഓക്കെ. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചോദിച്ച പോലെ എങ്ങനെ RSI വെച്ചിട്ട് എൻട്രി എടുക്കാം എന്ന് പലരും കഴിഞ്ഞ ദിവസം ചോദിച്ചതാണ്. കാരണം RSI ഒന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് ഇങ്ങോട്ടിരിക്കുന്നു, ഒന്ന് ഇങ്ങോട്ടിരിക്കുമ്പോൾ ഒന്ന് അങ്ങോട്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളത് ചെറുതിലേക്ക് ചെറുതിലേക്ക് കൊണ്ടുപോയി നമ്മൾ ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ, ഞാൻ മെജോറിറ്റി പറയാവുന്ന പോലെ തന്നെ മാക്സിമം പ്രോഫിറ്റ് എടുക്കുക, ബാക്കി എൻ്റെ ഒരു 10 പോയിന്റിൽ ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക. ചിലപ്പോൾ മാസീവ് പ്രോഫിറ്റ് കിട്ടിയേക്കാം, ചിലപ്പോൾ അത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വന്നേക്കാം. എന്നാലും അതേ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാസത്തിൽ 4 തവണ മിനിമം 100 പോയിൻ്റ് എന്തായാലും നമുക്ക് കിട്ടുന്നതാണ്. ഇപ്പോൾ ആ 190 എൻട്രി ഇപ്പോൾ വന്ന് നിൽക്കുന്നത് 256 അപ്പോൾ എത്ര പോയിൻ്റായി? ഇപ്പോൾ താഴത്തു നിന്നുള്ള റൈഡ് 190 എന്നുള്ള ആ ഒരു മൂവ്മെൻറ്റ് മൈനസ് 254 64 പോയിൻ്റ്, ഒരു 40 പോയിൻ്റ് കൂടെ കിട്ടിയാൽ പോരെ? കിട്ടണമെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. ഒന്നെങ്കിൽ 10 പോയിന്റിൽ അടിക്കുക, ഇല്ലെങ്കിൽ ഇത് RSI ക്രോസ് ഓവർ ആവുന്ന ബേസ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങാം. 265 കൺസോളേഷൻ ആവുമോ എന്ന് നോക്കാം. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ 315, ഇവിടെ 395 ഉണ്ട്. അതിനിടയ്ക്ക് 290, 300, 305, 310, 315 കിടപ്പുണ്ട്. അപ്പോൾ ഇത് എവിടെ നിന്ന് റിവേഴ്സ് ആവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 15 മിനിറ്റ്സിൽ അനലൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ട് അവിടെ നമുക്ക് 15 മിനിറ്റ്സിൽ നമുക്കൊരു ഐഡൻറ്റിഫിക്കേഷൻ കിട്ടുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ടൈം ഫ്രെയിമിട്ട് പോയിട്ടാണ് അത് ക്ലാരിഫൈ ചെയ്യുന്നത്. കസ്റ്റമൈസ്ഡ് ചാർട്ട് ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഇപ്പം ഞാനീ പറഞ്ഞ പോലെ ട്രെൻഡ് കണ്ടിന്യൂവേഷനാണോ, മാർക്കറ്റ് മുകളിലോട്ട് വരുമോ, 260 സ്പേസ് ഉണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു 259 പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. 262 265 കൺസോളേഷൻ സോണാണ്. ഇവിടെ യെല്ലോ ലൈൻ മുട്ടാനുണ്ട്. ഇപ്പോൾ അടുത്ത 260 കൂടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത ഒരു റിജക്ഷൻ ഏരിയ എന്ന് പറയണത് 270, ഈ യെല്ലോ ലൈനിലാണ് അടുത്ത ഒരു റിജക്ഷൻ ഏരിയ. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ സ്ട്രഗിൾ ആകണമെന്ന് വെച്ചാൽ, ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. 250 സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി, വീണ്ടും 250 സപ്പോർട്ടിലെടുത്ത് മുകളിലോട്ട് പോയി, പിന്നെ അത് കുറേ പൊക്കത്തൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് വന്ന് 250 ഒരുപാട് നേരം പിന്നെയും സപ്പോർട്ട് എടുത്തിട്ട് 1, 2, മൂന്നാമത്തെ തവണയാണ് ഗ്യാപ്പ് ഡൗൺ ബ്രേക്ക് ആയത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിക്കണത് 1, 2, 3, 4, 5 ക്യാൻഡിൽ ഇപ്പോൾ റെസിസ്റ്റ് ചെയ്തു. അത് വീണ്ടും ഒന്ന് താഴത്തോട്ട് വന്നിട്ട് വീണ്ടും റെസിസ്റ്റ് ചെയ്യാം, വീണ്ടും താഴത്തോട്ട് വന്നിട്ട് വീണ്ടും റെസിസ്റ്റ് ചെയ്യാം. ഈ റെസിസ്റ്റ് ചെയ്യുന്നത് 270 വരെ പോകാം. അതിനുശേഷം അവിടെ നിന്നൊരു സ്മൂത്ത് മൂവ്മെൻറ്റ് ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് കിട്ടിയാൽ മാർക്കറ്റ് 315 പോകും. നേരെ മറിച്ച് 250 താഴെ, 250, 243 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് പോരും. ഇപ്പോൾ ഈ ക്യാൻഡിലിൽ ലോ ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ഹൈ ഒരിക്കലും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ 15 മിനിറ്റ്സിൽ ഈ പറഞ്ഞ പോലെ ഇതും ഈ 268 ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. 265 ഒരു കൺസോൾട്ടേഷൻ സോണാണ് കണ്ടോ. 265 ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ക്യാൻഡിൽ ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്തിട്ടുണ്ട്. ആ കൺസോൾട്ടേഷൻ സോണിലാണ് ഇപ്പോൾ മാർക്കറ്റ് എത്തി നിൽക്കുന്നത്. 265, ആ 265 എന്നുള്ളത് 268 വരെയൊക്കെ പോകാം. അവിടെ കൺസോൾട്ടേഷന് ശേഷം കുറേ നേരം സ്ട്രഗിൾ ചെയ്ത് നിന്നിട്ട് 2 കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, ഇനിയിപ്പോൾ മാർക്കറ്റ് ഇനി 3:30 കൊള്ളിച്ച് പറയാം. ഇനി മാർക്കറ്റ് 2 സ്ഥലത്താണ് മാർക്കറ്റ്. ഒന്നെങ്കിൽ വൈകിട്ട് മാർക്കറ്റ് 315 ക്ലോസ് ആക്കും, ഇല്ലെങ്കിൽ ഇത് നേരെ തിരിച്ചിട്ട് മാർക്കറ്റ് 225 ഭാഗത്തായിരിക്കും വൈകിട്ട് ക്ലോസ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി. അത് ആ രീതിക്ക് അങ്ങനെ നിൽക്കട്ടെ. നമുക്ക് ഫ്യൂച്ചറിൽ നോക്കാം. ഫ്യൂച്ചറിൽ മാർക്കറ്റ് ഇപ്പോഴും 15 മിനിറ്റ്സ് അപ്പർ സൈഡാണ്. ഫ്യൂച്ചറിനെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 3:30 ഒന്നെങ്കിൽ 24,637 ഭാഗത്തേക്കായിരിക്കും ആഫ്റ്റർ ഒരു 10:00 ശേഷമുള്ള മൂവ്മെൻറ്റ്. നേരെ മറിച്ച് ഇവിടെ നിന്ന് കൺസോൾട്ടേഷന് ശേഷം താഴത്തോട്ടാണെങ്കിൽ മാർക്കറ്റ് 24,487
അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് എൻട്രി എടുക്കുമ്പോൾ മാർക്കറ്റ് ഏത് സ്ഥലത്തേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഉറപ്പ് കിട്ടില്ല. ആ ഉറപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 24,540 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഒരു 70-60% ക്ലോസ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് താഴത്തോട്ട് ഫോൾ ആവത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ യെല്ലോ ലൈനിലേക്ക് 15 മിനിറ്റ്സിൽ മുട്ടുന്നുണ്ട്. നമ്മൾ 268 പറഞ്ഞിരിക്കണേ, അത് മുട്ടുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് വളരെ സേഫായിട്ടുള്ള, ഇപ്പം എന്നെ സംബന്ധിച്ച് പറയണമെങ്കിൽ വളരെ സേഫായിട്ടുള്ളൊരു ഏരിയ ആണ്. അത് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് സ്ട്രഗിൾ ചെയ്തതിന് ശേഷമായിരിക്കും മാർക്കറ്റ് അടുത്ത മൂവ്മെൻറ്റിലേക്ക് മാർക്കറ്റ് പോകുന്നത്. ഇവിടെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ 132 ഫാളാവും. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പിൻ ബാർ ആവാം, ഹാങ്ങിങ് മാൻ ആവാം, അല്ലെങ്കിൽ അടുത്ത 2 ക്യാൻഡിലിൽ എൻഗൾഫിങ് ആവാം, അല്ല അടുത്ത ക്യാൻഡിൽ മോർണിംഗ് സ്റ്റാർ ആവാം. അടുത്തൊരു ഡയറക്ഷൻ മാർക്കറ്റ് ഇവിടെ നിന്നായിരിക്കും തീരുമാനിക്കുന്നത്. ഇവിടെ ഒരു മെജോറിറ്റി കൺസോൾട്ടേഷൻ സോണാണ്. അതേപോലെ തന്നെ സിയിൽ 268 വിത്ത് 280 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 260 ഒന്ന് ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് 268, 265, 280 നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് 160 നിന്നുള്ള താഴത്തോട്ട് വന്നാൽ 132 പോരുമ്പോൾ ഇത് 280 ബ്രേക്ക് ചെയ്ത് 310 മൂവ് ചെയ്യണം. ഇതൊരു അടുത്ത ചേഞ്ച് ഓഫ് ഡയറക്ഷൻ തീരുമാനിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് 280 ഓൾറെഡി വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ ട്രാപ്പ് ആവാനായിട്ടുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ വളരെ സേഫായിട്ടുള്ളൊരു സോണാണിത്. എനിവേ അടുത്ത 2 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ടാണോ, ഇവിടെ നിന്ന് വീണ്ടും റിവേഴ്സ് 182 എന്ന് അടുത്ത 2 ക്യാൻഡിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് 200 നമ്മൾ പറഞ്ഞ 269, 268 ഓൾമോസ്റ്റ് സിയിൽ റീച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള മൂവ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട മൂവ്മെൻറ്റാണ്, അടുത്ത 3 ക്യാൻഡിലെ മൂവ്മെൻറ്റ്. കാരണം ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരിക്കുന്ന ക്യാൻഡിൽസ് നോക്കിയാൽ വളരെ ബിഗ് ആയിട്ടുള്ള ക്യാൻഡിൽസാണ് ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള വാക്വം സ്പേസ് ആണ്. അപ്പോൾ ഇവിടെ വലിയ റെഡ് ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ വലുതാണ്, ഇവിടെ റെഡ് ക്യാൻഡിൽ എന്ന് വെച്ചാൽ ഈ സ്പേസിൽ ഉണ്ടാകുന്ന ക്യാൻഡിലിൻ്റെ വലിപ്പം വളരെ കൂടുതലാണ്. ഈ ഭാഗത്തേക്കൊക്കെ നോക്കി അറിയാം. നോക്കി ഇവിടെയൊക്കെ റെഡ് ക്യാൻഡിലും വന്നേക്കണതൊക്കെ വലിയ ബിഗ് ക്യാൻഡിലാണ്. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഫാസ്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 15 മിനിറ്റ്സിൻ്റെ ഫൈനൽ ടാർഗറ്റ് ഓൾറെഡി റീച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ പ്രയാസമില്ലാത്ത രീതിയിൽ 315 എത്താനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റിലൊരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. 265, 280 വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റിജക്ഷൻ ഏരിയ ആണ്. 280 12 പോയിൻ്റേ ഉള്ളൂ. അവിടെ നിന്നും കൂടെ വിട്ട് കളിച്ചാൽ മാർക്കറ്റ് 310 കഴിഞ്ഞ ലാസ്റ്റ് ഫ്രൈഡേ ട്രേഡിൽ നമ്മൾ ഒരു 140 ഏതോ ഒരു ട്രേഡ് എടുത്തിട്ട് 307 കൊടുത്തൊരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ചരിത്രം ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ 310 ഒരു ഫൈനൽ ടാർഗറ്റാണ്. അപ്പോൾ ഞാനതിൽ 280 ഒരു റിജക്ഷൻ പ്രൈസാണ്. 260-നും 250-നും താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആവുള്ളൂ. അതർവൈസ് മാർക്കറ്റ് 280, 315 മാർക്കറ്റ് മൂവ് ആവുന്നത്. അപ്പോൾ 15 മിനിറ്റ്സിൽ 270.25 നമ്മൾ പറഞ്ഞത് 270 ആ 270.25 മാർക്കറ്റ് നിൽക്കുന്നത്. ഇവിടെ റെസ്റ്റ് എടുക്കാം. ദെൻ 270 ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ 280 വീണ്ടും എടുക്കാം. അല്ലെങ്കിൽ താഴത്ത് 230 സപ്പോർട്ട് എടുക്കാൻ വരികയാണെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. ഇപ്പോൾ 3rd ടാർഗറ്റ് നമ്മുടെ റീച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മൂവ്മെൻറ്റ് നമ്മുടെ 170 എത്തി നിൽക്കുകയാണ്. 270 ബ്രേക്ക് ചെയ്താൽ 280 ബ്രേക്ക് ചെയ്താൽ 315 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. നേരെ മറിച്ച് പിയിലാണെങ്കിൽ 170 ബ്രേക്ക് ചെയ്താൽ 202 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു ഭാഗത്തേക്ക്, അതായത് 135 മാർക്കറ്റ് ഡൗൺ ആകും. അപ്പോൾ നമ്മൾ 270 നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം. 270 ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് അടുത്ത് പോകാനുള്ളത് 280 ഒരു ഭാഗത്തേക്കാണ് നമ്മൾ മെൻഷൻ ചെയ്ത് വെച്ചത്. 280 ഭാഗത്തേക്ക് മാർക്കറ്റ് ഓൾറെഡി മെൻഷൻ ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അത് ഈ ഒരു ബേസിന് ഇവിടെ കുറച്ച് കൺസോൾട്ടേഷൻ വന്നിട്ടുണ്ട്. ആ ഒരു ബേസിന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊരു 4th 280 നമ്മൾ മെൻഷൻ ചെയ്തത്. അപ്പോൾ ഇവിടെ ആണെങ്കിലും 5 മിനിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം
135 ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, അതായത് ഫോർത്ത് ടാർഗറ്റ് 280 ആണ് റീച്ച് ചെയ്തിരിക്കുന്നത്. ഇനി 280 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 310 വരെ പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും ഒരു റിവേഴ്സ് സൈനാണ്, പക്ഷേ നമുക്കൊന്നും ഉറപ്പിക്കാറൊന്നും ആയിട്ടില്ല. കാരണം ഇവിടെ ഇത് ഗ്രീനിലേക്ക് കയറണം. അപ്പോൾ 140 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഡൗണിലേക്കും, പിയിൽ ഇനിയൊരു മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 152 ഒക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിയിൽ ഒരു മൂവ്മെൻറ്റ് 240ലേക്ക് മാർക്കറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഫ്യൂച്ചറിലാണെങ്കിലും 24,570 എന്നുള്ള ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. RSI അനുകൂലമായിട്ട് തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റ് നിൽക്കുന്നത്. ഇപ്പോൾ ഫൈനൽ ഇനി എത്താനുള്ളത് 24,622ലേക്കാണ്. അത് കുറച്ച് കൺസോൾട്ടേഷനൊക്കെ കഴിഞ്ഞിട്ടേ മാർക്കറ്റ് ആ ഒരു ഭാഗത്തേക്കൊക്കെ മൂവ് ചെയ്യത്തുള്ളൂ. നമുക്കിപ്പോൾ ഇൻഡെക്സിൻ്റെ ചാർട്ടും കൂടെ നോക്കാം. ആ ഒരു സ്ട്രഗിൾ വരുന്നതനുസരിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമുക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാകത്തില്ല. നമ്മൾ പറഞ്ഞ ആ ഇൻഡെക്സ് വെച്ചിട്ടുള്ള ഓൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്താണ് നിൽക്കുന്നത്. ഇതിപ്പോൾ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷനായ മാർക്കറ്റ് 24,629ലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇവിടെ കുറച്ച് സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പോഴും തീരുമാനമൊന്നും ആയിട്ടില്ല. ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിലായി ഈ RSI ആ ഒരു ഗ്രീൻ ലൈനിലേക്ക് കയറി കഴിഞ്ഞതിന് ശേഷം 152 കൂടെ ബ്രേക്ക് ചെയ്താലാണ് എന്തെങ്കിലും ഒരു പ്രതീക്ഷ നമുക്കുള്ളൂ. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ 280 എന്നുള്ള ഇപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള റിജക്ഷനിലാണ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് 280 എന്നുള്ള പ്രീവിയസ് ആയിട്ടുള്ള ലെവല് നേരത്തെ തൊട്ടുള്ള ലെവലുണ്ട്. ആ ലെവലിലാണ് മാർക്കറ്റ് ആ ഒരു ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ 280 ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് അടുത്ത 315ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എനിവേ ഏകദേശമൊക്കെ ഒരു തീരുമാനമായി. 56 മിനിറ്റായി. അപ്പോൾ വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. 280ൽ ഏകദേശമൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ, അപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോവാണ്. 1 മണിക്കൂർ തന്നെ ആരും കാണുന്നില്ല. ബാക്കി നിങ്ങൾ വീഡിയോ കണ്ടിട്ട് 10:58 11 മണിക്ക് ശേഷം, നമ്മുടെ 11 മണി വരെയാണ് ലൈവ്. അപ്പോൾ 11 മണിക്ക് ശേഷം മാർക്കറ്റ് ആ ഒരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് പോസിബിളായി മുട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ 190 നിന്ന് 280 വരെ ഓൾറെഡി റീച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഒരു 90 പോയിൻറ്റോളം ഈസി ആയിട്ട് നമ്മൾ റൈഡ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ എനിവേ 15 മിനിറ്റ്സിൽ ഇപ്പോഴും RSI അപ്പർ സൈഡിലേക്കൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. ഒരു മൂവ്മെൻറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തീരുമാനമൊന്നും ആയിട്ടില്ല. ചിലപ്പോൾ 11 മണിക്കോ 11:30ക്കൊക്കെ ശേഷം ഒരു ബ്രേക്കപ്പ് ഉണ്ടായാൽ 280 ബ്രേക്ക് ചെയ്ത് 310ൽ നിൽക്കാം. 280 ബ്രേക്ക് ചെയ്ത് 310ലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് പോട്ടെ. നമുക്കിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണമെന്നുണ്ട്, വൈൻഡപ്പ് ചെയ്യേണ്ടെന്നും ഒരു ആലോചനയുണ്ട്. കാരണം ഇവിടെ 135 ഓൾറെഡി ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ സമയം കൂടിയതുകൊണ്ടാണ്. അപ്പോൾ കൂടുതൽ അറിയാനോ, ഇപ്പോൾ 90 പോയിൻ്റ് വരെ റൈഡ് ചെയ്തില്ലേ, അപ്പോൾ ഒരു 10 പോയിൻ്റ് വ്യത്യാസമാണ് നമ്മുടെ 100 പോയിൻ്റ് കിടക്കണേ. അതെന്തായാലും മുട്ടാതെ ഒന്നും ഇരിക്കത്തില്ല. ഇനിയും ഉച്ച കഴിഞ്ഞും സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ അറിയാനോ പഠിക്കാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഹോൾഡ് ചെയ്ത് പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലൈവിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം. ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് മാസത്തെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ട്രേഡേഴ്സിൻ്റെ ഗ്രൂപ്പിനകത്ത് അവൈലബിൾ ആണ്. ട്രേഡേഴ്സ് ഗ്രൂപ്പിൻ്റെ ലിങ്കാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. പഠിക്കാനോ ലൈവിലേക്കോ വരാനുള്ളവർ നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക. ചുമ്മാ മെസ്സേജ് അയച്ചിട്ട് കാര്യങ്ങളില്ല. ഓരോരുത്തരുടെ മൈൻഡ് സെറ്റും കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരിട്ട് വിളിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ എനിവേ ഓൾ ദി ബെസ്റ്റ്.